ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അധികാരം ട്രൈ ചെയ്യാത്തൊരു റെസിപ്പിയാണ്. വാഴക്കൂമ്പ് കൊണ്ടുള്ളൊരു കട്ട്ലറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് വാഴക്കൂമ്പാണ്. ഞാനിവിടെ ഒരു വാഴക്കൂമ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലെ പോളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞൊന്ന് വെള്ളത്തിലിട്ട് വെക്കുക. ഇനി അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ചെറിയ സവാള അരിഞ്ഞതിട്ടിട്ട് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഓയിലിലോ വെളിച്ചെണ്ണയിലോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് ഞാൻ അളവൊന്നും പറയണില്ല. ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. കറിവേപ്പില അതുപോലെ തന്നെ കൂടുതലായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാല 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾ, മുളക്, കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല തന്നെ ചേർക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വാർത്തെടുത്തിട്ടുള്ള വാഴക്കൂമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഒരുപാട് മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി എക്സ്ട്രാ മുളക് പൊടിയൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഒരുപാട് സമയം വേവേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില, കറിവേപ്പില ഇതൊക്കെ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മല്ലിയിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വാഴക്കൂമ്പൊക്കെ നല്ല പോലെ തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഞാൻ 4 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചൂടാറിയിട്ട് കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. സാധാരണ കട്ട്ലറ്റൊക്കെ ഷേപ്പ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രെഡ് പൊടിയോ ഇല്ലയെന്നുണ്ടെങ്കിൽ റസ്ക് പൊടിച്ചതോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. സാധാരണ നമ്മൾ കട്ട്ലറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ചൂടായിട്ടുള്ള ഓയിലിൽ ഇത് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ടിട്ടിട്ട് നന്നായിട്ട് 2 ഭാഗം നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഓയിൽ മതി, എന്നാൽ തന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കട്ട്ലറ്റൊക്കെ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പക്ഷേ ഈ വാഴക്കൂമ്പ് വെച്ചിട്ട് അധികാരം ചെയ്തിട്ടുണ്ടാവില്ല. ചിക്കന്, ബീഫൊക്കെ വെച്ചിട്ടാവും ചെയ്യാറുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കട്ട്ലറ്റാണ് കേട്ടോ. ഫ്രൈ ചെയ്യാന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. വാഴക്കൂമ്പ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.